Praise the Lord. Praise the Lord. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. എൻ്റെ പേര് ഇമ്മാനുവൽ. ഞാൻ പരിചയപ്പെടുത്തി. ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽ ജീവിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. എനിക്കൊരു 17 വയസ്സുള്ളപ്പോൾ കിഡ്നിക്ക് അസുഖം ബാധിച്ചു. 2 കിഡ്നികൾക്കും അസുഖം. ഒരു 3 വർഷത്തോളം ചികിത്സയുമായിട്ട് പോയി. എങ്കിലും അതിനൊന്നും ഫലമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം 1995 കാലഘട്ടത്തില് ഡിവൈൻ ധ്യാനത്തെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞത്. എന്റെ തൊട്ട് അയൽപക്കത്തിൽ താമസിക്കുന്ന ചില ചേട്ടന്മാരൊക്കെ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്റെ പഴയ പേര് കൃഷ്ണൻകുട്ടി എന്നായിരുന്നു. എന്നോട് പറഞ്ഞു, കൃഷ്ണൻകുട്ടി ഇങ്ങനെ ലോകയിൽ ധ്യാനം നടക്കുന്നുണ്ട്, ഈ ഒരു ധ്യാനത്തിന് പോകും, അതിന്റെ രോഗം മാറുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹിന്ദു പറയുന്നതുകൊണ്ട് യേശു ക്രിസ്തുവിൽ എനിക്ക് വിശ്വാസമില്ല. അപ്പൊ അവരോട് എനിക്ക് തിരിച്ചൊന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ സമാധാനത്തോട് ഞാൻ ധ്യാനത്തിൽ പോകാറുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് പോകാൻ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു കാര്യം എന്റെ അമ്മച്ചിയും പറഞ്ഞു. എന്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, എടാ നീ ഒരു ധ്യാനത്തിൽ അങ്ങനെയെങ്കിലും ഇതിന്റെ രോഗം ഒന്ന് മാറട്ടെ. ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു, അമ്മച്ചി, നമ്മുടെ ദൈവത്തിന് എന്റെ അസുഖമാകാൻ കഴിവില്ലെങ്കിൽ ഞാൻ മരിച്ചു കൊണ്ടുപോകട്ടെ, എന്നാലും ഞാൻ ധ്യാനത്തിൽ പോകുന്നു. വീണ്ടും അമ്മച്ചിയും ഇപ്പോൾ നിർബന്ധിക്കാൻ തുടങ്ങിയ ധ്യാനത്തിൽ ഞാൻ നിർബന്ധിക്കാൻ തുടങ്ങി. ഈ ചേട്ടന്മാരെ കാണുമ്പോൾ ധ്യാനത്തിനോട് നിർബന്ധിക്കാൻ തുടങ്ങി. അവരുടെ ശരീരം സഹിച്ച വയ്യാതെ 1995 ഞാൻ ഡിവൈൻ ധ്യാനത്തിൽ പോയി. ആ ഡിവൈൻ ധ്യാനത്തിലൂടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു, യേശു ക്രിസ്തു എന്റെ മാത്രമല്ല ലോകത്തിന്റെയും സകല ജനങ്ങളുടെയും കർത്താവും ദൈവമാണെന്ന് എനിക്ക് അറിയാനും അനുഭവിക്കാൻ സാധിച്ചു. ധ്യാനം കഴിഞ്ഞ വലിയ വിശ്വാസത്തോടുകൂടി ഞാൻ എന്റെ ഭവനത്തിലേക്ക് വന്നു. ധ്യാനം കഴിഞ്ഞ വലിയൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ തങ്ങളുടെ നിർബന്ധം സഹിച്ചു കഴിയാതെ ധ്യാനത്തിൽ എന്റെ ഈശോയെ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു. എന്നാൽ ഈശോ അറിയാതെ എത്രയോ മക്കളെ എന്റെ നാട്ടിലുള്ളത്, ചുറ്റുപാടുള്ളത്, അയൽവക്കങ്ങളിലുള്ളത്. അപ്പൊ ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ യേശുവിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കണം, മറ്റുള്ളവർ യേശുവിലേക്ക് നയിക്കണം. ഈ ഒരു ആഗ്രഹത്തോടെയാണ് ധ്യാനം ഞാൻ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നപ്പോൾ ഞാൻ എല്ലാവരോടും ഈശോയെ കുറിച്ച് പറയാൻ തുടങ്ങി. അതിന് മക്കളുണ്ടാകാൻ എനിക്ക് അറിയാമായിരുന്നില്ല. എല്ലാവരും ധ്യാനത്തിൽ വന്ന് പരിഗണിച്ച് യേശുക്രിസ്തുവോടെ ദൈവമെന്ന് ഞാൻ പലരോടും പറയാൻ തുടങ്ങി. അങ്ങനെ പലരും എന്റെ പ്രേരണയായി ധ്യാനത്തിൽ സംബന്ധിച്ചു. അങ്ങനെ ധ്യാനത്തിൽ സംബന്ധിച്ച് എന്റെ ഇടവകയിലെ വിചാരികളായ മക്കള് വിശ്വാസം സ്വീകരിച്ച് മാർഗോപദേശം സ്വീകരിച്ചു. ക്രൈസ്തലോട് ധ്യാനം കഴിഞ്ഞ് ഞാൻ വന്നു ലോകത്തിന്റെ പരിശോധിച്ചു. രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു. മതം കലാകാരത്തിൽ അതിനുശേഷം ഞാൻ ഇങ്ങനെ എല്ലാവരും യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ഒരു ഹിന്ദുവായ മനുഷ്യന്റെ ധ്യാനപ്പെടുന്നത് യേശുവിനെ പറഞ്ഞപ്പോൾ നമ്മുടെ പ്രശ്നമായി രാമത്തിന് മുതൽ കൃഷ്ണൻകുട്ടി ധ്യാനം കൂടിയാണ് വട്ട് പിടിച്ചുള്ളത്. ഒരു മുന്നോട് ചോദിച്ചു, എനിക്ക് നോക്കാമോ? ഒരു ദിവസം ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എന്റെ വീട്ടിൽ ചേച്ചിക്കൊണ്ട് ചോദിച്ചു, ഇയാളെ ഞാൻ കൃഷ്ണനോട് വട്ടാണ് പറഞ്ഞു കേട്ടത്, അവരെ ചികിത്സിക്കാനും കൊണ്ടുപോയില്ലേ? അപ്പൊ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായതിനും ഈശോയുടെ സ്നേഹത്തെ അവരോട് ക്ഷമിച്ച് അവരെ സ്നേഹിച്ച് അവർ യേശുവിന്റെ അർത്ഥങ്ങളാണ് ആസ്വദിക്കുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ് വന്ന അസുഖമാണെങ്കിലും ശേഷം വീണ്ടും ആ രോഗം എനിക്ക് തിരിച്ചു കൊണ്ടുപോയി വീണ്ടും ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ചികിത്സയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്കൊരു കല്യാണാലോചന വരികയാണ്. ആ സാഹചര്യത്തിൽ ഒരിക്കലും ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. കാരണം ഇതിന്റെ അഗ്നിക്കുറിച്ച് ചെയ്തത് ഒരിക്കലും മാറാത്ത അസുഖം. അപ്പം ആ ഒരു അവസ്ഥയില് കല്യാണങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാതിരിക്കുമ്പോഴാണ് എന്റെ ഒരു കസിൻ ഇവിടെ ഒരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കൂടി ജോലി ചെയ്യുന്നത് മോളി എന്നുള്ളത്. അവർ ഒരു സെന്നോട് പറഞ്ഞു, എന്റെ കൂടി ഒരു ചേച്ചി ജോലി ചെയ്യുന്നത് കല്യാണം കഴിക്കാമോ? ഞാൻ പറഞ്ഞു, എന്റെ 2 കുട്ടികൾ കൊണ്ടാൽ എന്റെ വീട്ടിൽ ഞാൻ സ്നേഹം ചെയ്യുന്നത് ബാക്കിയെല്ലാം എനിക്കൊരു ജോലി ചെയ്ത് കുടുംബത്തിലേക്ക് പോകാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം അവർ സമൂഹത്തിന് കിട്ടിപ്പോകാൻ പറ്റും. അങ്ങനെ അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, ആ ചേച്ചി അവിടെ വെച്ച് കല്യാണം കഴിക്കാൻ സംഭവിച്ചു. സത്യം പറഞ്ഞാൽ അന്ന് കണ്ടിട്ടുണ്ട്. കാരണം 2 കുട്ടികളില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു ജോലി ചെയ്യാൻ തയ്യാറാത്ത ഒരു മനുഷ്യൻ ഞങ്ങൾ കല്യാണം സമ്മതിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് രോഗമൊക്കെയാണ്, എന്റെ മാതാപിതാക്കൾ കാണാൻ കഴിഞ്ഞാൽ എനിക്ക് നോക്കാനാണ് എന്റെ രോഗത്തെ കുറിച്ചൊക്കെ മാറ്റി പറഞ്ഞ സമ്മതിച്ചതായിരിക്കുന്ന. അപ്പൊ ഞാൻ മുന്നോട്ട് പറഞ്ഞ മോളിൽ നമ്പർ, ഞാൻ മോളിൽ സംസാരിക്കട്ടെ. അങ്ങനെ മുഴുവൻ നമ്പർ വേണമെങ്കിൽ ഞാൻ മുഴുവൻ സംസാരിച്ചു. ഞാൻ അങ്ങനെ രോഗിയാണ്, അസുഖമാണ്,
ചികിത്സകളോട് വേദമാവില്ല. കർത്താവ് ചികിത്സ മാത്രം രോഗമാകുന്നത്. അതുമെല്ലാം വീട്ടിൽ ഞാൻ മാത്രമേ ക്രിസ്ത്യാനിയായിട്ടുള്ള ബാക്കിയെല്ലാം അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയായതുപോലെ കല്യാണം കഴിക്കും എന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ള രോഗം പിന്നെ രോഗത്തിന്റെ കാര്യങ്ങൾ ആരോഗ്യം എന്നുള്ളത് ദൈവമാണ്. ആരോഗ്യമുള്ള ഒരാളെ കല്യാണം കഴിച്ച് കല്യാണത്തിന് ശേഷം ഇതുപോലൊരു രോഗം ആ വ്യക്തിയുമാണ് ഞാൻ വ്യക്തി ഇല്ലല്ലോ. അതുകൊണ്ട് രോഗം എനിക്ക് വിഷയമില്ല. പിന്നെ ഒരു കാര്യം മോളി പറഞ്ഞു, ആരോഗ്യത്തിന്റെ ദൈവമാണ്. കല്യാണത്തിന് ശേഷം ഒരു ദിവസമേ ദൈവം ആയുസ് തന്നുള്ളൂ. ആ ഒരു ദിവസം എന്റെ കഴിവുകൾ അങ്ങനെ മോള് സംബന്ധിച്ചു. അങ്ങനെ 2015 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് എനിക്ക് നാട്ടിൽ സ്ഥലം എല്ലാവരും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുമോ? വീട്ടിൽ എനിക്കൊരു കുടുംബത്തിന് നോക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് മോൾക്ക് ബാംഗ്ലൂരിൽ ജോലി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ താമസിച്ചു. ഇവിടെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ രോഗം ഓടിക്കൂടി വന്നു. എനിക്ക് ഡയാലിസിസ് ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. വളരെ അഡ്മിറ്റ് ചെയ്തു. എനിക്ക് ഡയാലിസിസ് തുടങ്ങി. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തു. ഇന്നലെ എനിക്ക് ഡയാലിസിസ് ഉണ്ടായിരുന്നു. ഇന്നലെ 1409 ഡയാലിസിസ് പൂർത്തിയായിരുന്നു. അങ്ങനെ ഡയാലിസിസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മോഡി ജോലിക്ക് പോകുന്നു. അങ്ങനെ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴുണ്ട് മോഡിക്ക് അകത്തേക്ക് തലവേദന. ഒരു ദിവസം വൈകിട്ട് ഞാൻ ആവാസിക്കാനായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോഴേ വേദന കൊണ്ട് നിലവിളിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പഠനം പോയി സെന്റ് ഫിലോമിനാസിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, മെനിഞ്ചൈറ്റിസ് ആണ്, ഇൻഫെക്ഷൻ ഒത്തിരി കൂടിയിട്ടുണ്ട്, സാധ്യതയുണ്ട്. വളരെ മോളിനെ ഐസിയുലേക്ക് മാറ്റി. ഞാൻ ഡയാലിസിസ് പേഷ്യന്റ് ആണ്. ഞാൻ ഐസിയു പുറത്ത് മോളിക്ക് കവർ ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ 6 ആകുമ്പോഴേക്ക് എനിക്ക് ചാമരാജപേട്ട ഹോസ്പിറ്റലിൽ ഡയാലിസിസ് പോകണം. ഇവിടെ ഐസിയുവില് കൊമാസ്റ്റേജിലാകാൻ സാധ്യതയുള്ള അവസ്ഥ. എനിക്ക് ഡയാലിസിസ് ചെയ്തേ പറ്റുകയുള്ളൂ. മറ്റാരുമില്ല. മോളിനെ അവിടെ എത്തി ഒരു സുഹൃത്തിനെ വിളിച്ച് പുറത്ത് നോക്കിയിട്ട് ഞാൻ ഡയാലിസിസ് പോയി. ഡയാലിസിസ് കഴിഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. ഡയാലിസിസ് കഴിഞ്ഞ ക്ഷീണമുണ്ടെങ്കിലും എനിക്ക് വിശ്രമിക്കാൻ പറ്റില്ല. കാരണം ഐസിയുവിലാണ്. എന്തും സംഭവിച്ചെന്ന് അറിയില്ല. ഡയാലിസിസ് കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അങ്ങനെ വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും ഡയാലിസിസ്. ആ ഡേയിൽ അവിടെ നിർത്തുന്നു. ഞാൻ ഡയാലിസിസ് പോകുന്നു. ഡയാലിസിസ് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക്. കാരണം ഐസിയു കണ്ടെല്ലാം ആയ ഡോക്ടർ ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് സാധ്യതയുണ്ട്. എന്നാൽ അതിനെല്ലാം മോചിപ്പിച്ചു. ഒരാഴ്ച ഡിസ്ചാർജ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ വീണ്ടും മോളിക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം ദീർഘകാലം ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതുകൊണ്ട് ജോലി ഉപേക്ഷിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു തലവേദനയും പനിയും. ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഡയാലിസിസ് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തു. ആദ്യം ബ്ലഡ് എടുത്തോണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അതേ സ്റ്റാഫ് വീണ്ടും ബ്ലഡ് എടുക്കാൻ വേണ്ടി വന്നു. ഞാൻ ചോദിച്ചപ്പോൾ ബ്ലഡ് എടുത്തോണ്ട് പോയതല്ലേ തന്നെ വീണ്ടും ബ്ലഡ് എടുത്തത്. അപ്പം പറഞ്ഞു ആവശ്യമുണ്ട്. അങ്ങനെ വീണ്ടും ബ്ലഡ് എടുത്തോണ്ട് പോയി. അവിടെ ഒരു മുഖത്ത് വല്ലായ്മ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് എന്താണ് പറ്റിയത്? അവര് പറഞ്ഞു, എനിക്ക് പോസിറ്റീവാണ്. 6,000 ഉള്ളൂ. അവിടെ ഡോക്ടർ പറഞ്ഞു, അവിടെ ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കിടത്തി സെന്റ് ഫിലോമിനാസിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുക. ഞാൻ മോളിയുണ്ട്. മോളി വലിയ വേദനയോടെ നിൽക്കുന്നു. ഞാൻ മോളി വിളിച്ച് പറഞ്ഞു, എല്ലാവരും പറയുന്നത് നമുക്ക് വലിയ സീരിയസ് ആണ്, നമുക്ക് അത്ര സീരിയസ് ഇല്ല, ധൈര്യമായിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞാൻ വീട്ടിൽ വന്നു. ഉച്ചയ്ക്ക് വൈകിട്ട് വിളിച്ച് ഞാൻ നല്ല ഫ്രഷായി ഫിലോമിനാസിലേക്ക് പോയി. ഫിലോമിനാസിൽ എന്റെ റിപ്പോർട്ട് കണ്ടിട്ട് തന്നെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. വീണ്ടും എന്നെ ബ്ലഡ് എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഉടനെ ഡോക്ടറോട് വന്ന് പറഞ്ഞു, പ്ലേറ്റൊക്കെ അവിടെ 6,000 ഉള്ളത് വെറും 1,000 എന്ത് സംഭവിക്കാം? ഉടനെ പേഷ്യന്റിനെ ഐസിയുലേക്ക് മാറ്റും. എന്നെ ഐസിയുലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീൽ ചെയറുമായിട്ട് നേഴ്സ് വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വീൽ ചെയർ ഒന്നും വേണ്ട, ഐസിയു എവിടെയാണെന്ന് പറഞ്ഞു തന്നായിരുന്നു, ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നോളാം. ബജറ്റ് കണ്ട് വെറും 1,000 കൂടി ഞങ്ങൾ ഐസിയുലേക്ക് നടന്നു വിൽക്കാമെന്ന്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ സ്റ്റേജിൽ അറിയാത്തതുകൊണ്ട, അതുകൊണ്ട് അത് നിർബന്ധിച്ച് എന്നെ ഐസിയുലേക്ക് വീൽ ചെയർ കൊണ്ടുപോയി. അപ്പൊ പ്ലേറ്റിന്റെ 1,000 ആണെങ്കിൽ എന്താണ് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയെ, അതോടൊപ്പം തന്നെ മോളെ വലിയ വേദനയോടിരിക്കുന്ന മോളെയാണ് പറയുന്നത്, ഇതൊരു കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് എന്നോളം പറഞ്ഞു.
അങ്ങനെ ഞാൻ ഐസിയുലേക്ക് പോകുമ്പോൾ ഇത് സീരിയസ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈശോയെ മാതാവിനെയും സ്വർഗം വിടുകയും എന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഐസിയുവിലെ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ബെഡിലേക്ക് ഞാൻ കയറി കിടക്കുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഒത്തിരി സീരിയസ് ആണെന്ന് എല്ലാവരും പറയുന്നത്, ഞാൻ നിന്റെ മടിയിലോട്ട് കയറി കിടക്കുക, നീ എന്നെ കാത്തുകൊള്ളുന്നേ എന്ന് പറഞ്ഞ് ഈശോയുടെ മടിയിലേക്ക് കയറി കിടക്കുന്ന ലാഘവത്തോടെ ഐസിയുവിൽ എനിക്ക് വേണ്ടി ഒരുക്കുന്ന ബെഡിലേക്ക് ഞാൻ കയറി കിടന്നു. എപ്പോഴും ഡോക്ടർ എപ്പോഴും നിന്ന് എന്റെ നാട്ടമൊക്കെ പരിശോധിക്കും, വായൊക്കെ തുടങ്ങുന്നതാണ് എന്ന് നോക്കും. കാരണം ബ്ലഡ് 1000 ആണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അവർക്കറിയാം, പക്ഷെ എനിക്കൊന്നും അറിയാൻ കുഞ്ഞുകൂടിലായിരുന്നു. അങ്ങനെ ഐസിയുവിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും എനിക്ക് പ്ലേക്കറ്റ് തന്നു. ഇത്തവണ പ്ലേക്കറ്റ് തന്നപ്പോഴത്തേക്കും പ്ലേക്കറ്റിലൂടെ 20% വരെ എത്തി. വീണ്ടും ഐസിയുവിൽ കിടന്നുകൊണ്ട് എനിക്ക് ഡയാലിസിസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പ്ലേക്കറ്റ് വളരെ കുറഞ്ഞിരിക്കുമ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ വളരെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ മോളി വിളിച്ച് പറഞ്ഞു, ഡയാലിസിസ് ചെയ്യാതിരിക്കാനും ചെയ്യാനും പറ്റില്ല, കാരണം എന്തുകൊണ്ടും സംഭവിക്കാം. അങ്ങനെ രണ്ടും അങ്ങനെ ഡയാലിസിസിലേക്ക് എന്നെ പോവുകയാണ്. ഡയാലിസിസ് ചെയ്താൽ എന്തുകൊണ്ട് സംഭവിക്കാൻ മോളി ഡോക്ടർ പറഞ്ഞു. ഇതറിഞ്ഞപ്പോ ഐസിയുവിലെ ഡയാലിസിന് വേണ്ടിയിട്ട് എനിക്ക് ഇരിക്കുന്ന ബെഡിലേക്ക് ഞാൻ കിടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, മാതാവ് എനിക്ക് സീരിയസ് ആണ് പറയുന്നത്, എനിക്ക് ഡയാലിസിസ് എന്തുകൊണ്ട് സംഭവിക്കാം, അതുകൊണ്ട് ഞാൻ അമ്മയുടെ മടിയിലോട്ട് കയറി കിടക്കുക, അമ്മയുടെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മയുടെ മടിയിലോട്ട് കയറി കിടക്കുന്ന ഐസിയുവിൽ നിന്ന് 2 ഡയാലിസിസ് ഞാൻ ചെയ്തു. എന്നാൽ സാധാരണ ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായില്ല. പക്ഷേ അമ്മയുടെ മടിയിൽ വളരെ സുരക്ഷിതമായി പിന്നെ 2 ദിവസം ഡയാലിസിസ് പൂർത്തിയായി. വീണ്ടും ഡോക്ടർ വന്ന് പരിശോധിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടുന്നുമില്ല. എന്നിരുന്നാലും തന്നെ മഴപ്പെട്ട് അതിന് ഞാൻ അത്ഭുതം ഇട്ടിച്ച് ഡിസ്ചാർജ് ആയി ഞാൻ വീട്ടിൽ വന്ന് പ്രൈസലോ അങ്ങനെ നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജപമാലയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ഞാൻ വീട്ടിൽ നിന്ന് ഡയാലിസിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജപമാല ആരംഭിക്കും. ഡയാലിസിസ് ചെയ്യുന്ന സമയം മുഴുവനും ജപമാല ചൊല്ലി അനേകർക്ക് വേണ്ടി മത്സരം നടത്തും. തിരുസഭയ്ക്ക് വേണ്ടി, ആളുകളുടെ മനസ്സാധനത്തിന് വേണ്ടി, ശുദ്ധിയാത്മക രക്ഷയ്ക്ക് വേണ്ടി, ലോകം മുഴുവന്റെ സമാധാനത്തിന് വേണ്ടി അങ്ങനെ ജപമാല ചൊല്ലിയാണ് ഡയാലിസിസ് എല്ലാം പൂർത്തിയാക്കുക. ഇങ്ങനെ കുറച്ച് നാളോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2ാം തരംഗം കൊറോണ വന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും കോവിഡ് വന്നു. ഒരു കോവിഡ് പേഷ്യന്റ് ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ പാടില്ല, കോവിഡ് പേഷ്യന്റ് പുറത്തിറങ്ങിയാൽ ആരും സമ്മതിക്കില്ലല്ലോ. അപ്പൊ എനിക്ക് ഡയാലിസിസ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. കോവിഡ് ആണെന്ന് ആരോടും പറഞ്ഞില്ല. ആരെങ്കിലും അറിഞ്ഞെങ്കിൽ ഞാൻ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം. ഒരു 4-5 ദിവസമൊക്കെ മാക്സിമം ഡയാലിസിസ് ഇല്ലാതെ ഞാൻ പിടിച്ചു നിൽക്കും. 4-5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അപകടം. അതോടൊപ്പം നാട്ടിലേക്ക് കോവിഡ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു സാഹചര്യവുമില്ല. കോവിഡ് ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ഡയാലിസിസുകൾ ഒന്നും ചെയ്യാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലും ഇല്ല. എല്ലാ ഹോസ്പിറ്റലും ബെഡെല്ലാം ഉണ്ട്. റോട്ടിൽ കിടന്നും ആംബുലൻസിൽ കിടന്നും ഒക്കെ കോവിഡ് പേഷ്യന്റ് മരിച്ചു വീഴുന്ന ആ ഒരു സാഹചര്യം. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. തലവേദന, പനി, ചുമ, ജലദോഷം, കോഴിക്കേട്, ഡയാലിസിസിലുള്ള ബുദ്ധിമുട്ട് മുഴുവനും ഇനി ഞാൻ വളരെ ക്ഷീണിതനായി. ആ സമയത്ത് ലോക്ക്ഡൌൺ, ഒരു വാഹന സൗകര്യമില്ല. ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ വാഹന സൗകര്യം ഒന്നുമില്ല. എനിക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. ഡയാലിസിയുടെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ രാവിലെ ഇറങ്ങി റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ടും അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് പോകുന്ന ഓട്ടോറിക്ഷയില് ഇങ്ങനെ പൂവൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഓട്ടോറിക്ഷയില് അതിലെവിടെയും സൈഡിൽ തൂങ്ങി പിടിച്ച് അവർ മാർക്കറ്റ് കൊണ്ടിറക്കി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടും. അവർ പറയുന്ന പൈസ കൊടുക്കും. ഹോസ്പിറ്റലിലേക്ക് രാവിലെ ഒരു 8-7 മണിയൊക്കെയാണ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത്. ഹോസ്പിറ്റലിൽ പ്രവേശിച്ചാൽ തുമ്മൽ ചുമച്ചാൽ അവർക്കറിയാം കോവിഡാണ്. എനിക്ക് ചുമക്കാൻ പാടില്ല, ഒന്ന് മിണ്ടിയാൽ ചുമച്ചു പോകും, മിണ്ടാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, അവിടെ ആരും അറിയാൻ പാടില്ല. കാരണം 4 മണിക്കൂർ ഡയാലിസിസ് സമയത്ത് ഡോക്ടേഴ്സ് വരും, സ്റ്റാഫ് വരും, അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഒരു ഭാഗം മിണ്ടിയാൽ എന്റെ ജീവിതം അതോടെ അവസാനിച്ചു. മിണ്ടാൻ പാടില്ല. ഞാൻ അതുപോലെ ഒരാളോട് പറഞ്ഞു, അമ്മയുടെ അവസ്ഥ ഇങ്ങനെയാണ്, അമ്മയുടെ പടിയിലോട്ട് ഞാൻ കയറി കിടക്കുക, കാത്തുപോലെ തന്നെ. അങ്ങനെ പക്ഷേ അമ്മയുടെ പടിയിലോട്ട് ഞാൻ കയറി കിടക്കണം. ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ മിക്ക പേഷ്യന്റ് ഉറങ്ങുമല്ലോ. അപ്പോൾ ഉറങ്ങുന്നവരെയാണ് തട്ടി പിടിച്ചൊന്നും ചോദിക്കില്ല. അതുകൊണ്ട് എനിക്ക് ഉറക്കമില്ലെങ്കിലും ഞാൻ ഉറക്കം കഴിച്ച് കണ്ണടച്ച് കിടക്കും. കാരണം കണ്ണു പറഞ്ഞാൽ ഡോക്ടർ ഒന്നുകൂടെ ചോദിക്കും, എന്തെങ്കിലും പറഞ്ഞാൽ അതുകൊണ്ട് കണ്ണടച്ച് കിടക്കും. അങ്ങനെ 4 മണിക്കൂറും അങ്ങനെ കണ്ണടച്ച് കിടന്നു. അങ്ങനെ ഡയാലിസിസ് പൂർത്തിയാണ്. ഡയാലിസിസ് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ തിരിച്ചു വരാൻ വാഹന സൗകര്യം ഒന്നുമില്ല.
ചാമരാജപേട്ടയിൽ എൻ്റെ വീട്ടിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. വാഹന സൗകര്യം ഒന്നുമില്ല. ഏകദേശം ഒരു 11:30 മണിയാകും. കോവിഡ് പേഷ്യന്റ് ആണെങ്കിലും കോവിഡ് എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. ഡയാലിസിസ് ചെയ്ത ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ട്. അതെല്ലാം സഹിച്ച് ഞാൻ 5 കിലോമീറ്റർ ഒരു മിനിറ്റ് നടന്നു വീട്ടിലോട്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ഇതേപോലെ ഡയാലിസിസ് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. ഹല്ലേലൂയ. അങ്ങനെ വീണ്ടും എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുപോലെ ക്ഷീണം. ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കോവിഡ് ട്രീറ്റ്മെന്റ് എടുക്കാൻ യാതൊരു സാഹചര്യമില്ല. മോളിക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ ഇടഞ്ഞ് നിരങ്ങിയൊക്കെ വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മരിക്കുമെന്ന് ഉറപ്പായി ഞാൻ എൻ്റെ വീട്ടിലൊരു പരിശുദ്ധ മാതാവിനെ തിരിച്ചുണ്ട്. ഒരു ദിവസം രാത്രി മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവിടെ അവസ്ഥയിലെത്തി ഞാൻ മാതാവിന്റെ ആ തിരിച്ചുകൊടുത്ത് കെട്ടിപ്പിടിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവെ, അമ്മയുടെ ഹൃദയത്തിലേക്ക് എന്നെ പ്രതിഷ്ഠിക്കുക. ഞാനത് മരിക്കാൻ പോവാണ്. അമ്മ എനിക്ക് മറ്റു മാർഗങ്ങളില്ല. അമ്മ എന്നെ രക്ഷിക്കണമേന്ന് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് തന്നെ പ്രതിഷ്ഠിച്ച് അമ്മയുടെ തിരിച്ചുകൊടുത്ത് കെട്ടിപ്പിടിച്ച് പിറ്റേന്ന് മുതൽ ഇന്ന് തലവേദന മാറി, ജലദോഷം മാറി, ചുമ മാറി, മറ്റെല്ലാ അസ്വസ്ഥതകളും മാറി, ഇതോടൊപ്പം മോളിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. വ്യക്തിഗതമായി ഞങ്ങൾ ഓക്കെയായി. ഇപ്പോൾ സാധാരണ പറയാറുണ്ടല്ലോ, കോവിഡ് അത് മാറിക്കഴിഞ്ഞാലും പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അങ്ങനെ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു. ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞില്ല മോളിയുടെ വലതുവശത്തെ ബ്രസ്റ്റില് ചെറിയ മഴ. നമ്മൾ ചിലപ്പോൾ എന്നെ കാണിച്ചു. അതുകൊണ്ടൊക്കെ ഞങ്ങൾ അതുപോലെ കടനയായിരുന്നു വിചാരിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെസ്റ്റ് പെയിൻ വന്നു. ആ മഴ തുടങ്ങി. ഞങ്ങൾ സെന്റ് ഫിലോമിനാസിലെ ഒരു ജനറൽ സർജനെ കാണിച്ചു. അത് ടെസ്റ്റിന് അയച്ചു, ബയോപ്സിക്ക് അയച്ചു. പറഞ്ഞ റിപ്പോർട്ട് വന്നിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാം. അങ്ങനെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങൾ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. റിപ്പോർട്ട് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, ആ ഡോക്ടർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് നോക്കി ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. ഡോക്ടറെ തിരിച്ചു വിളിച്ച് പറഞ്ഞു, ഇത് ക്യാൻസർ ആണ്, എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ക്യാൻസറിന്റെ സർജനെ കാണിക്കുക. ഞങ്ങളുടെ വീട്ടിൽ 2 കൊച്ചുമുറിയുള്ളത്. ഒരു മുറിയിൽ മോളി ഇരിക്കുന്നു, മറ്റു മുറിയിൽ നിന്ന് സംസാരിച്ച് മോളിയോട് എങ്ങനെ പറയും, ഇതെങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ മോളിയോട് പറഞ്ഞു, ഞാൻ മോളോട് വിളിക്കുന്നത്, മോളോട് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞു. മോളിയോടെ പ്രായമിരുന്ന് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് സ്തുതിക്കാൻ തുടങ്ങി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ ക്യാൻസർ എനിക്ക് തടവടിയോട് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. ഈ ക്യാൻസർ മറ്റാർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ തന്നതിനോട് ഞാൻ എന്നെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനും എനിക്ക് വലിയ ആവേശമായി ഞങ്ങൾ 2 പേരും ആയിരുന്നു കുറെ നേരം ഈ ക്യാൻസർ ഞങ്ങളെ അനുഭവത്തിലൂടെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ലാത്ത ഞങ്ങൾക്ക് ഇതുപോലെ സ്തുതിച്ചു. ഞങ്ങൾ ഇതിനെ സ്തുതിച്ചിട്ട് ഞങ്ങളുടെ തൃപ്തിയാവുന്നില്ല. 2 പേരെ ഒട്ടേറെ കാര്യങ്ങളും നിർത്തി മാത്രമല്ല ഈ 2 ഈ പോകേണ്ടതിനെ പുറത്ത് അതോടൊപ്പം സകല രോഗപീഠകളെയോട് ഇത്രയും ഞങ്ങളുടെ ദൈവത്തിൽ നന്ദി പറഞ്ഞ് സ്തുതിച്ചു. ഞങ്ങളുടെ തൃപ്തി കിട്ടില്ല. ഞങ്ങൾ 2 കരങ്ങൾ ഓർത്ത് പിടിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തി എന്റെ ദൈവത്തെ സ്വർഗത്തിൽ വളർന്നിട്ടുണ്ട്. 15 നേരം ഈ സാധനങ്ങളെല്ലാം പ്രത്യേകിച്ച് അയോഗ്യരായി ഞങ്ങൾക്ക് ഈ ക്യാൻസർ പോലും ഞങ്ങൾ സ്നേഹിച്ചതായി കൊടുത്ത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി സാധനങ്ങൾ ഞങ്ങൾക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ സാധനം ഞങ്ങൾ ജപമാലയുടെ സ്വർഗത്തോട് ചോദിക്കുന്ന ജപമാലയുടെ അപേക്ഷകൾ സ്വീകരിക്കുന്ന ദൈവം അന്നത്തെ ഞങ്ങളുടെ ദൈവമാല പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ സകല സഹായങ്ങളെയും പ്രത്യേകിച്ച് ഈ ക്യാൻസർ കമ്പനിയോട് പ്രവർത്തനം അങ്ങനെ ജപമാല അടച്ചത്. അങ്ങനെ ഞങ്ങള് വീണ്ടും ട്രീറ്റ്മെന്റിലേക്ക് കടന്നു. ട്രീറ്റ്മെന്റ് പോയപ്പോഴറിയുന്നത് ചെയ്തു 25 റേഡിയേഷൻ ചെയ്തു. ഇപ്പോഴും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ട്രീറ്റ്മെന്റിനോട് വർക്ക് ചെയ്യാൻ വേദന, കാരണം കീമോയുടെ കടന്നു പോകുമ്പോൾ തന്നെയാണ്. കാരണം ഈ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇവിടെ 2 പേര് മാത്രമേ ഉള്ളൂ.
എന്റെ ഡയാലിസിസ് നടക്കണം, അതുപോലെ തന്നെ കീമോ കൊണ്ടുപോകണം, സർജറി കൊണ്ടുപോകണം. സർജറി അതിന് വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. അതിന്റെ കൂടെ ഡയാലിസിസ്, അതിന്റെ ക്ഷീണം, ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ദൈവത്തോട് ഒന്നും പ്രധാനമില്ല, ദൈവത്തോട് സ്നേഹവും നന്ദി മാത്രമേ ഉള്ളൂ. എപ്പോഴും ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ക്യാൻസർ ഉൾപ്പെട്ട് 4 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലെത്തി അറിയിക്കുന്നത്. കാരണം ഇതുപോലെ രോഗത്തിലൂടെ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് ഇതൊരു രോഗമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലോട്ട് താങ്ങാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇത് സ്വർഗീയ അനുഭവമാണെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റുന്നത് 4 മാസത്തിന് ശേഷമാണ് പറയുന്നത്. അങ്ങനെ ആ വീട്ടിലൊക്കെ പറയുന്നു, പിന്നീട് അവർ വരാനും അങ്ങനെ അവരോട് അവർ അറിയിപ്പിച്ചെങ്കിലും അവർ ഞങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അവരുടെ വിഷമമൊക്കെ മാറി. അങ്ങനെ ഞങ്ങളുടെ ഡയാലിസിസും അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കില്ല. എന്തിനും ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമൊന്നുമില്ല. ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഒരു ദുരിതം പിടിച്ച ജീവിതമാണ്. പക്ഷെ ഞങ്ങൾക്ക് സ്വർഗീയ ജീവിതം, കാരണം ഒരു സ്വർഗീയ അനുഭവമാണ് ഈ സഹനത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഡയാലിസിസും അതോടൊപ്പം തന്നെ ട്രീറ്റ്മെന്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വീണ്ടും കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും ഡിഗ്രി ഞങ്ങൾക്ക് അഡ്മിറ്റായി. പ്ലേറ്ററ്റ് 1000 മണിന് 6000 വരെയായിരുന്നു. എനിക്ക് ഒരു നോൺ പ്ലേറ്ററ്റ് തന്നു, കൗണ്ട് കൂടുന്നില്ല. വീണ്ടും ഒരു തവണ പ്ലേറ്ററ്റ് തന്നു, വീണ്ടും എനിക്ക് കൗണ്ട് കൂടുന്നില്ല. അതിനൊപ്പം എനിക്ക് ഡയാലിസിസ് ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ എനിക്ക് കൗണ്ട് കൂടാത്തത് കൊണ്ട് ഡോക്ടർമാർക്ക് ഭയങ്കര സമസ്യ. ഡോക്ടർ എന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥിതിയുണ്ടോ, ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ചോദിച്ചു. ഞാൻ എനിക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. ഇപ്പൊ പ്ലേറ്ററ്റ് നിങ്ങൾക്ക് കുറവാണ്, കാരണം നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ലെന്ന് എങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഒരു ദിവസം രാവിലെ ഡോക്ടർ എന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത്ര കുറഞ്ഞിട്ട് പ്രശ്നമില്ല എന്ന് ചോദിച്ചു. എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. വീണ്ടും ഉച്ചയ്ക്ക് വീണ്ടും ഡോക്ടർ വന്ന് ചോദിച്ചു, നിങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഡോക്ടറോട് ഇരുന്നു, എന്നിട്ട് മോളിൽ വിളിച്ച് അകത്തിരുത്തി, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ നിങ്ങളെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പ്ലേറ്ററ്റ് വളരെ കുറവാണ്, നിങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്റെ കയ്യില് ഗ്ലൂക്കോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം ചെയ്യാം, ഇതാണ് ഊരിട്ടാണ്, ഞാൻ ആ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് ഊരി കാണിച്ചു തരാം. എന്റെ വൈകിട്ട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പ്ലേറ്ററ്റ് വളരെ കുറവാണ്, പക്ഷെ നിങ്ങൾക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ വീട്ടിൽ കിട്ടാറോ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ മോഡിക്ക് ഇങ്ങനെ കീമോ ചെയ്ത് കഴിഞ്ഞപ്പോൾ മോഡിയുടെ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. രാവും പകലും ഉറക്കമില്ല. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഉറക്കപ്പൊടി കഴിക്കാൻ, ഒരു ദിവസം ഉറക്കപ്പൊടി കഴിക്കാൻ ഒരു 3 ദിവസം ഉറക്കമില്ല. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു സ്റ്റേറ്റിംഗ് സെന്റ് ജോസഫിന്റെ സ്റ്റാച്യു ഇവിടെ ഗിഫ്റ്റ് ആയിരിക്കുന്നത്. അങ്ങനെ ആ സ്റ്റാച്യു വീട്ടിൽ കൊണ്ടുവച്ചു. അന്ന് മുതൽ മോളെ ഉറങ്ങാനായിട്ട് തുടങ്ങി. നന്ദി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം വലിയ അനുഗ്രഹമാണ് ദൈവം എനിക്ക് നൽകിയത്. എല്ലാ സഹനങ്ങളും നിരന്തരം നന്ദി നൽകുന്നുണ്ട്. ഞങ്ങൾ ദൈവത്തെ മുഖപ്പെടുത്തി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. നിങ്ങളെല്ലാം പറയുന്ന ആൾക്കാരിൽ ഞങ്ങളെ